Hello everyone. നമുക്ക് നമ്മുടെ കോഴ്സിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പ്രോഗ്രാമിംഗ് വിത്ത് പൈത്തൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം പൈത്തൺ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണല്ലേ. അപ്പോൾ ഈ കോഴ്സ് കാണുന്ന നിങ്ങളിൽ പലരും IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കാം, IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരായിരിക്കാം. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് പൈത്തണിലോട്ട് പോകാം. ഓക്കെ, so what is a programming language? A programming language is a set of rules and instructions that allows humans to communicate with computers. It is used to write code that tells a computer how to perform specific tasks. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർക്ക് കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ. ഓക്കെ, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കോഡ് എഴുതാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് യൂസ് ടു റൈറ്റ് കോഡ്. ഓക്കെ, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മൾ കോഡ് എഴുതുന്നു. ആ കോഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെ ചെയ്യണം എന്ന്. ഓക്കെ, ഇന്ന കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് ചെയ്യുക, ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് കോഡിലൂടെ അതെഴുതി കമ്പ്യൂട്ടേഴ്സിന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. So programming languages enable you to create software, apps, websites, games and more by providing commands that the computer can understand and execute. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന രീതിക്കുള്ള കമാൻഡ്സ് എന്തിലുണ്ട്? നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യാം, ആപ്സ് ബിൽഡ് ചെയ്യാം, വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, ഗെയിംസ് ബിൽഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടേഴ്സിന് പറഞ്ഞു കൊടുത്ത് നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, just like human languages, programming languages have their own syntax and grammar which must be followed to create effective and efficient programs. അതായത് ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജസ് എന്താണോ, ഇപ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, തമിഴ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഹ്യൂമൻ ലാംഗ്വേജസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ലാംഗ്വേജസ് ആയാലും നമ്മളിപ്പോൾ അത് പറയേണ്ട ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ അത് എഴുതേണ്ട ഒരു രീതിയുണ്ട്. ആ ഒരു ഗ്രാമർ നമ്മൾ പറയില്ലേ, ഇപ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അതൊക്കെ കറക്റ്റ് സ്ഥലത്ത് വന്നാൽ മാത്രമേ അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിട്ട് മാറുള്ളൂ. പറയുന്ന ആൾക്ക്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കറക്റ്റ്, ആ ഒരു വരേണ്ട ആ ഒരു രീതിയാണ് നമ്മളിവിടെ സിൻടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് നമ്മൾ അത് കറക്റ്റായിട്ട് പാലിച്ചാലേ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കത് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ ഒരു ഹ്യൂമൻ ലാംഗ്വേജിന് എങ്ങനെയാണോ ആ ഒരു സിൻടാക്സ് ഉള്ളത്, അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും കുറച്ച് സിൻടാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രമേ, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എറർ വരുവാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജസിലെ ആ ഒരു സിൻടാക്സ് പോലെ ഇവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ നോക്കാം. അപ്പോൾ എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നതിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? പൈത്തണിലോട്ട് പോകാം. വാട്ട് ഇസ് പൈത്തൺ? പൈത്തൺ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണല്ലേ. ഒരുപാട്, ഇപ്പൊ നമ്മൾ എന്താ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നോക്കി, അപ്പോൾ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. പൈത്തൺ ഉണ്ട്, സി ഉണ്ട്, C++ ഉണ്ട്, ജാവ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് അല്ലേ. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് പൈത്തൺ ആണ്. സോ വാട്ട് ഇസ് പൈത്തൺ? Python is a powerful, general-purpose, interactive, object-oriented, high-level programming language. അപ്പോൾ ഇത് ഇത്രയും കൂടെ കേൾക്കുമ്പോൾ ഒന്നും തോന്നണ്ട, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പോവാം. അപ്പോൾ Python is a powerful, general-purpose language എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പൈത്തണിനെ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം? ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പൈത്തൺ പഠിക്കുന്നത് മേ ബി ഡേറ്റാ സയൻസ് കോഴ്സ് എടുത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് വിത്ത് പൈത്തൺ എടുത്തവരായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ പൈത്തൺ കൊണ്ട്, നമ്മളിപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ പൈത്തൺ യൂസ് ചെയ്ത് ഒരു ഡേറ്റ ക്ലെയിം ചെയ്തെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡേറ്റയെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മെഷീൻ ലേണിംഗ് മോഡൽസ് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പൈത്തൺ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം,
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പൈത്തനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ജസ്റ്റ് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലെ? പൈത്തൺ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ജനറൽ പർപ്പസ് അല്ലെങ്കിൽ ഒരു മൾട്ടി പർപ്പസ് ലാംഗ്വേജ് എന്ന് നമ്മൾ പൈത്തനെ പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. പൈത്തൺ ഈസ് എ പവർഫുൾ ജനറൽ പർപ്പസ് ലാംഗ്വേജ്. ഓക്കെ, പിന്നെ ഇന്ററാക്റ്റീവ് എന്ന് പറയാൻ എന്താ കാര്യം, അത് വളരെ ഇന്ററാക്റ്റീവ്. അതായത് എന്താ പറയുക, നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുക, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ കോഡ് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ടും എല്ലാം കാര്യങ്ങളും ഒക്കെ അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ പ്രത്യേകിച്ച് വേറെ ടെർമിനലിലോട്ട് പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ കോഡ് എഴുതുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിന്റെ ഔട്ട്പുട്ട് എന്താണോ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നു. വളരെ ഇന്ററാക്റ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഇന്ററാക്റ്റീവ് എന്നും പറയുന്നത്. പിന്നെ വരുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്ന് വെച്ചാൽ അത് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മെത്തേഡ് ഓഫ് കോഡിംഗ് ആണ്. അത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ പൈത്തൺ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് മെത്തേഡ് നമ്മുടെ പൈത്തണിൽ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡെവലപ്പേഴ്സിനെല്ലാം നമ്മുടെ ഈ പൈത്തന്റെ കോഡിനെ പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന റീയൂസബിൾ ആൻഡ് മെയിൻറ്റെയിനബിൾ മൊഡ്യൂൾസ് ആയിട്ട് നമ്മുടെ കോഡിനെ ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു കോഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെയും നമുക്ക് എവിടെയെങ്കിലും യൂസ് വന്നാൽ അതിനെ എടുത്ത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. കേട്ടോ, Python's OOP capabilities allows developers to organize code into reusable and maintainable modules. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് പഠിക്കും. അപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി നല്ല വൃത്തിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മൊഡ്യൂൾസിലോട്ട് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തേഡ് സപ്പോർട്ട് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ വന്നിട്ട് ലാസ്റ്റ് പറയുന്ന മെത്തേഡാണ് എന്ത്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ പൈത്തണിന് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? ഈ ലെവൽ എന്താന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ മെഷീൻ ലാംഗ്വേജ് എടുക്കുവാണ്. ഇപ്പോൾ മെഷീൻ ലാംഗ്വേജ് എങ്ങനെയായിരിക്കുക, ആ ഒരു 0100 ആ ഒരു കോഡ് അറിയില്ലേ, ആ ഒരു മെഷീൻ കോഡ് ഉണ്ടല്ലേ, അത് നമ്മൾ ഹ്യൂമൻസിന് കണ്ടാൽ പെട്ടെന്ന് എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല, കുറേ നമ്പേഴ്സും കാര്യങ്ങളുമാണ്. പക്ഷെ ആ ലാംഗ്വേജ് ആണ് എന്ത്, നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് പക്ഷെ അത് അണ്ടർസ്റ്റാൻഡബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മെഷീൻ കോഡിനെ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ എത്രത്തോളം അത് നമുക്കും അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്നുള്ളതാണ് ആ ലെവലിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പേഴ്സ് അടങ്ങുന്ന ഒരു മെഷീൻ കോഡ് എന്ന് വെച്ചാൽ ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ്. പക്ഷെ പൈത്തൺ എന്ന് വെച്ചാൽ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ എഴുതുന്ന കോഡ് നമ്മൾ ഹ്യൂമൻസിനും അണ്ടർസ്റ്റാൻഡബിൾ ആണ്, അതുപോലെ അറ്റ് ദി സെയിം ടൈം മെഷീൻസിനും അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഓക്കെ, മറ്റതിലോട്ട് കൺവേർട്ട് ചെയ്ത് മെഷീൻസിന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, രണ്ടുപേർക്കും അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൈത്തനെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് എന്ത്, പൈത്തൺ ഇസ് എ പവർഫുൾ ജനറൽ പർപ്പസ് ഇന്ററാക്റ്റീവ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. Then, Python is a popular programming language known for its simplicity and readability. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ബാക്കിയുള്ള ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇത് പഠിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ. എന്താ പറയുക, നമ്മുടെ ഒരു ബേസിക് ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ കോഡ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, so just like you use words to communicate with your friends, you use Python to communicate with computers and tell them what to do. It allows you to write instructions for a computer to perform tasks such as automating a repetitive task, analyzing data, or building websites and applications. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്ത് ചെയ്യണം എന്ന്. അത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, സോ ഇറ്റ് അലൗസ് യു ടു റൈറ്റ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രോഗ്രാമിംഗ് പൈത്തൺ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കാം. ഇത് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേണം ചെയ്യാൻ എന്ന് നമുക്ക് കോഡിലൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പൈത്തന്റെ ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ഈ കാണുന്നത് രണ്ട് ലാംഗ്വേജസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. നിങ്ങൾ മുകളിൽ കാണുന്നത് C++ന്റെ ഒരു കോഡാണ്, താഴത്തെ ആ ഒരു ബ്ലാക്ക് വിൻഡോയിൽ കാണുന്നത് പൈത്തന്റെ ഒരു കോഡാണ്. ഈ രണ്ടും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ്
നമ്മുടെ ആ ഒരു സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് ഈ കാണുന്നത് രണ്ടും. അപ്പോൾ മുകളിലെ ആ C++ന്റെ കോഡ് നോക്കിയാൽ കണ്ടോ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുള്ളൂ. ഹാഷ് ഇൻക്ലൂഡ് IOStream ഒക്കെ യൂസ് ചെയ്ത് ഇന്റ് മീൻ ഒക്കെ ഇട്ട് ആ ഒരു കേളി ബ്രാക്കറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് സെമി കോളനും കാര്യങ്ങളും എല്ലാം കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഇത്രയും സംഭവങ്ങൾ ചെയ്താലേ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു രണ്ട് വേർഡ് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുള്ളൂ. അതേസമയം താഴെ കൊടുത്തേക്കുന്നത് കണ്ടോ പൈത്തന്റെ കോഡാ. ഒന്നുമില്ല, ജസ്റ്റ് ഒരു എന്താ പറയാ രണ്ട് വേർഡ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരേ ഒരു ലൈൻ ഓഫ് കോഡേ ഉള്ളൂ. പ്രിന്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് അതിനകത്ത് തന്നെയുണ്ട്. അതിനകത്ത് നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കുന്നു, റൺ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ആ ഒരു ഡിഫറൻസ് കണ്ടോ സിൻടാക്സിന്റെ. അപ്പോൾ അത്രത്തോളം സിമ്പിൾ ആണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ ഇട്ടുന്നേ ഉള്ളൂ. ഇതിന്റെയൊക്കെ കോഡിംഗ് ഒക്കെ നമുക്ക് ആ ക്ലാസ്സസിൽ വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ ഓക്കെ സോ ഹൂ ക്രിയേറ്റഡ് പൈത്തൺ? ജസ്റ്റ് ഒരു ഫൺ ഫാക്ട് പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. Python was created by Hero van Rossum, a Dutch programmer in the late 1980s and released in 1991. അപ്പോൾ ഹീറോ വോൺ റോസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡച്ച് പ്രോഗ്രാമർ ആണ് പൈത്തൺ ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. 1991 റിലീസ് ചെയ്തത്. ഫൺ ഫാക്ട്, നെയിംഡ് ആഫ്റ്റർ മോണ്ടി പൈത്തൺസ് ഫ്ലൈയിങ് സർക്കസ്, എ ബ്രിട്ടീഷ് കോമഡി ഷോ, നോട്ട് ദി സ്നേക്ക്. ഓക്കെ, അപ്പോ ഈ പൈത്തൺ എന്ന് പറയുന്ന ആ ഒരു പേര് നമുക്ക് റിലേറ്റബിൾ ആവുക സ്നേക്ക് ബേസിസ് ആണ്, അല്ലെ പാമ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു പേരായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക റിലേറ്റബിൾ ആയിട്ടുള്ളത്. പക്ഷെ പുള്ളി മോണ്ടി പൈത്തൺസ് ഫ്ലൈയിങ് സർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമഡി ഷോ ഉണ്ട്, ബ്രിട്ടീഷ് കോമഡി ഷോ. ആ കോമഡി ഷോനെ ബേസ് ചെയ്തിട്ടാണ് ഈ പൈത്തൺ എന്ന് പറയുന്ന പേര് എടുത്തേക്കുന്നത് കേട്ടോ, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് സ്നേക്കിന്റെ ബേസിസിൽ അല്ല. സോ അങ്ങനെ ഇടാൻ കാരണം ഹി നെയിം ദി ലാംഗ്വേജ് ആഫ്റ്റർ എ ബ്രിട്ടീഷ് കോമഡി ഷോ റിഫ്ലക്ടിങ് ഹിസ് ഗോൾ ഓഫ് മേക്കിംഗ് പ്രോഗ്രാമിംഗ് ഫൺ ആൻഡ് ആക്സസിബിൾ. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിംഗ് കുറച്ചുകൂടി ഫൺ ആക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് കണ്ടില്ലേ, നമ്മൾ ആ എക്സാമ്പിൾ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി വളരെ സിമ്പിൾ ആണ് നമുക്ക് കോഡ് ചെയ്യാൻ പൈത്തണിൽ. ഓക്കെ, അപ്പോൾ എന്താ പറയാ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കുറച്ചുകൂടി ഫൺ ആൻഡ് ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോമഡി ഷോവിന്റെ പേരിൽ നിന്നും ആ ഒരു പേര് ഇൻസ്പയർ ആയിട്ട് ഇട്ടത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫൺ ഫാക്ട് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സോ യൂസസ് ഓഫ് പൈത്തൺ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണല്ലേ, നമുക്ക് പൈത്തൺ യൂസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വെബ് ഡെവലപ്മെന്റ്, ക്രിയേറ്റിംഗ് ഡൈനാമിക് വെബ്സൈറ്റ്സ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻസ് യൂസിങ് ഫ്രെയിംവർക്സ് ലൈക്ക് ജാങ്കോ ആൻഡ് ഫ്ലാസ്ക്. അപ്പൊ നമ്മൾ പൈത്തൺ പഠിച്ചതിന് ശേഷം അതിന്റെ ഫ്രെയിംവർക്സ് ആയിട്ടുള്ള പൈത്തണിൽ തന്നെ ബിൽഡ് ചെയ്തേക്കുന്ന ഫ്രെയിംവർക്സ് ആയിട്ടുള്ള ജാങ്കോ അല്ലെങ്കിൽ ഫ്ലാസ്ക് ഒക്കെ പഠിച്ചാൽ നമുക്ക് ഈ പൈത്തൺ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വെബ്സൈറ്റ്സ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പൈത്തൺ പഠിച്ചതിന് ശേഷം നംപൈ, പാൻഡാസ്, സൈക്കിറ്റ് ലേൺ പോലത്തെ ലൈബ്രറീസ് പഠിച്ചാൽ നമുക്ക് ഡേറ്റാ സയൻസ് ഫീൽഡിൽ അതിനെ യൂസ് ചെയ്യാം. ഡേറ്റ അനലൈസ് ചെയ്യാം, ഡേറ്റ ക്ലീൻ ചെയ്യാം, ഡേറ്റ വിഷ്വലൈസ് ചെയ്യാം, മെഷീൻ ലേണിംഗ് മോഡൽസ് ബിൽഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോമേഷൻ ഫീൽഡിലും റെപ്പറ്റീഷൻ വരുന്ന ടാസ്കുകളൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെന്താണ് സയന്റിഫിക് കമ്പ്യൂട്ടിംഗ്, അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനും അങ്ങനത്തെ ഫീൽഡിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ പൈത്തൺ യൂസ് ചെയ്ത് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, AI ഫീൽഡിൽ, ഫൈനാൻസ് ആൻഡ് ട്രേഡിംഗ്, ഗെയിം ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് ഫീൽഡിൽ നമുക്ക് ഈ പൈത്തന്റെ യൂസ് വരുന്നുണ്ട്. ഓക്കെ, then Python's growth and opportunities. Python is one of the fastest growing programming languages in the world today. Python has outdone other programming languages including Java and C to become favorite among developers, data scientists and researchers. Career opportunities, roles like the Python developer, data scientist and AI engineer are in high demand. അപ്പോൾ പൈത്തന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി പറയുവാണെങ്കിൽ വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇൻ ദി വേൾഡ് ആണ്. ഓക്കെ, ജാവേനെയും സീനെയും കാട്ടിയും ഒക്കെ ഡേറ്റാ സയന്റിസ്റ്റിനും ഡെവലപ്പേഴ്സിന്റെയൊക്കെ ഇടയിൽ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ കേട്ടോ. അപ്പോൾ പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ സബായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ പൈത്തൺ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഡേറ്റാ സയന്റിസ്റ്റ്, AI എഞ്ചിനീയർ അങ്ങനത്തെ റോൾസിലെല്ലാം നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഈ കാണുന്നതൊക്കെ എന്താണ്, ഞാൻ ജസ്റ്റ് ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്സ് അല്ലെ, യൂട്യൂബ്, എന്താ നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റ, സ്പോട്ടിഫൈ, പിൻട്രസ്റ്റ്, ഈ ആപ്സിന്റെ ഒക്കെ പിന്നിൽ പൈത്തന്റെ വർക്കിംഗ് ഉണ്ട് കേട്ടോ. അതായത് ഫുൾ കംപ്ലീറ്റ്ലി പൈത്തൺ വെച്ചാണ് ബിൽഡ് ചെയ്തേക്കുന്നത് എന്നല്ല, പക്ഷെ പൈത്തന്റെ ഒരു വർക്കിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട്. പൈത്തൺ യൂസ് ചെയ്താണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല ഒരുപാട് ആപ്സ് നമ്മുടെ പൈത്തൺ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത്രയും ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പൈത്തണിനെ പറ്റി നല്ലൊരു ഓവർവ്യൂ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. ഓക്കെ.